പരിശീലക കുപ്പായത്തിലെ 1000 മത്സരം. അതിൽ സമീപകാലത്ത് ഏറ്റവും വലിയ എതിരാളികൾക്ക് മേൽ ഒരു സമ്പൂർണ്ണ ആധിപത്യമുള്ള ജയം. അതും തിങ്ങി നിറഞ്ഞ സ്വന്തം കാണികൾക്ക് മുമ്പിൽ. ഏതൊരു പരിശീലകനും സ്വപ്നം കാണുന്ന ദിവസങ്ങളിൽ ഒന്നായിരിക്കും അത്. എത്തിഹാദിൽ ഇന്നലെ ഫുൾ ടൈം വിസിൽ മുടങ്ങുമ്പോൾ ആ സ്വപ്നം പൂവണിഞ്ഞ നിറവിലായിരുന്നു പെപ് ഗാർഡിയോള. 2007 ബാഴ്സ ബി ടീമിന്റെ പരിശീലക കുപ്പായം എടുത്തണിഞ്ഞ പെപ് നീണ്ട 18 വർഷങ്ങൾക്കിപ്പുറം സ്പെയിനിൽ ബാർസക്കൊപ്പവും ജർമ്മനിയിൽ ബയേണിനൊപ്പവും തീർത്ത വിജയഗാഥകൾ ഇംഗ്ലീഷ് മണ്ണിലും തുടരുകയാണ്. തുടർ തോൽവികളുടെ ജൈത്രയാത്രക്കൊടുവിൽ ആസ്റ്റൺ വില്ലയെയും റയൽ മാഡ്രിഡിനെയും വീഴ്ത്തിയ ആത്മവിശ്വാസത്തിലാണ് ലിവർപൂൾ എത്തിഹാദിലെത്തുന്നത്. മറുപുറത്ത് സിറ്റിയാകട്ടെ ബോൺമൗത്തിനെയും ഡോർട്ട്മുണ്ടിനെയും വീഴ്ത്തിയ ആത്മവിശ്വാസത്തിലും. എത്തിഹാദിൽ ആദ്യ വിസിൽ മുഴങ്ങിയത് മുതൽ തന്നെ സിറ്റി തങ്ങളുടെ നയം വ്യക്തമാക്കി. പന്തിന്മേൽ സമ്പൂർണ്ണ ആധിപത്യം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു തുടക്കം. മിഡ്ഫീൽഡിൽ ടെക്നീഷ്യന്മാർ സുന്ദരമായ റൊട്ടേഷണൽ മൂവ്മെന്റുകളിലൂടെ ലിവർപൂൾ പ്രസിംഗിനെ മറികടക്കുന്നു. ഷോർട്ട് പാസിംഗ് കോമ്പിനേഷനുകൾ നടത്തി കളി വരുതിയിൽ തന്നെ നിലനിർത്തുന്നു. ബെർണാർഡോ സിൽവയും നിക്കോ ഗോൺസാലസും പിറകിലേക്ക് ഇറങ്ങി സെന്റർ ബാക്കുകൾക്കും ഗോൾ കീപ്പറിനും പന്ത് സുഗമമായി പ്രോഗ്രസ് ചെയ്യാനുള്ള വഴികൾ സൃഷ്ടിച്ചു നൽകുന്നു. പെപ്പ് പഠിപ്പിച്ച പാഠങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ട ഒരു ഗെയിം പ്ലാനായിരുന്നു സിറ്റിയുടേത്. എന്നാൽ സ്ലോട്ടിന്റെ നീക്കങ്ങൾ തീർത്തും വ്യത്യസ്തമായിരുന്നു. ലിവർപൂൾ മുന്നേറ്റ നിര ഒരു ഓൾ ഔട്ട് പ്രസിംഗിന് മുതിർന്നതേയില്ല. ഒരു മിഡ് ബ്ലോക്ക് നിലനിർത്തിക്കൊണ്ട് സിറ്റി പൊസഷനിൽ വരുത്തുന്ന പിഴവുകളെ ചൂഷണം ചെയ്യാനെന്നോണം പിൻവലിഞ്ഞു കളിക്കുന്നു. പന്ത് കിട്ടുന്ന സാഹചര്യങ്ങളിലാകട്ടെ അവരുടെ മിഡ്ഫീൽഡർമാർ ഒട്ടും തന്നെ പിറകിലേക്ക് ഇറങ്ങി സ്പേസ് ഒരുക്കി നൽകുന്നതും കാണാൻ സാധിച്ചില്ല. മിഡ്ഫീൽഡിനെ പാടെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇരു വിങ്ങുകളിലേക്കും സിറ്റി ഡിഫൻസിന് പിന്നിലായി ലോങ് ബോളുകൾ പായിക്കാനാണ് ലിവർപൂൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. തുടക്കത്തിൽ തന്നെ ഗാർഡിയോളയുടെ മിഡ്ഫീൽഡുമായി ഒരു തരത്തിലുമുള്ള ബലപരീക്ഷണം വേണ്ട എന്ന ആർനെ സ്ലോട്ടിന്റെ തീരുമാനമായിരിക്കണം ഇതിന് പിന്നിൽ. ലിവർപൂളിന്റെ ഗെയിം പ്ലാനിനെ അടപടലം പൂട്ടിയ സിറ്റിക്ക് യാതൊരു പിഴവും പറ്റാത്ത ദിവസമായിരുന്നു ഇന്നലെ. ബിൽഡപ്പ് ഫേസിൽ വലത് ടച്ച് ലൈനിന് സമീപം പന്ത് സ്വീകരിക്കുന്ന ബെർണാർഡോ സിൽവ നിക്കോ ഗോൺസാലസും ഫിൽഫോർഡനുമായി കമ്പൈൻ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇടത് വിങ്ങിൽ അഡ്വാൻസ് പൊസിഷനിൽ നിൽക്കുന്ന ഡോക്കുവിലേക്ക് പന്തെത്തിച്ചു നൽകുന്നു. ഇന്നലെ സിറ്റി കൂടുതലും അവലംബിച്ച ആക്രമണ രീതി ഇതായിരുന്നു. അതാകട്ടെ കളത്തിൽ അതിവേഗം ഫലം കാണുകയും ചെയ്തു. 11ാം മിനിറ്റിൽ ഇടത് വിങ്ങിലൂടെ പന്തുമായി ബോക്സിലേക്ക് ഓടിക്കേറിയ ഡോക്കുവിന് ഒരു ഹെവി ടച്ചിലൂടെ പന്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. എങ്കിലും കൊനാട്ടയുടെ ക്ലിയറൻസിലെ പിഴവ് കൊണ്ട് പന്ത് വീണ്ടും ഡോക്കുവിന്റെ കാലുകളിൽ. ഇനി മുന്നിൽ കീഴടക്കാൻ ഗോൾ കീപ്പർ മമദാഷ്വിലി മാത്രം. ഗോളിയെ കബളിപ്പിച്ച് പെനാൽറ്റി സ്പോട്ടിനടുത്തേക്ക് കുതിച്ച് ഷോട്ട് ഉതിർക്കാൻ ഒടുങ്ങിയ ഡോക്കുവിന്റെ ബൂട്ടിൽ മമദാഷ്വിലിയുടെ കാൽമുട്ടി ചെന്നിടിച്ചു. ഷോട്ട് ഉതിർക്കുന്നതിന് തൊട്ടു മുൻപേ താരം ബാലൻസ് നഷ്ടപ്പെട്ട് ബോക്സിൽ വീണു. VARന്റെ സഹായത്തോടെ റഫറി ക്രിസ് വാഗ്നാക് പെനാൽറ്റി വിധിച്ചു. പക്ഷേ മിന്നും ഫോമിൽ ഗോളടിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന ഹാലൻഡ് എടുത്ത പെനാൽറ്റി ഗോൾ കീപ്പർ സേവ് ചെയ്തു. എത്തിഹാദിൽ അവിശ്വസ്യതയുടെ നിശബ്ദത തളം കെട്ടി നിന്ന നിമിഷം. പിന്നീടും സിറ്റി ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഹാലൻഡും ഫോഡനും ചെറുക്കിയുമെല്ലാം 11-ൽ ഉണ്ടായിരുന്നെങ്കിലും ലിവർപൂൾ ഗോൾമുഖം നിരന്തരമായി വിറപ്പിച്ചു നിർത്തിയത് ഇടതുവിങ്കിൽ മിന്നൽ പിണറായ ജെറമി ഡോക്കു തന്നെയായിരുന്നു. ഹാലൻഡ് കൂടുതലും മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്ന് കളിക്കുന്ന കാഴ്ചക്കും ആദ്യ പകുതി സാക്ഷിയായി. തനിക്കു നേരെ വരുന്ന ബോളുകളെ ഫോഡനും ചെറുക്കിയുമായി ലേ ഓഫ് ചെയ്ത് കളിച്ച താരം ആ ബോളുകൾ ഇടതുവിങ്കിൽ ഡോക്കുവിന്റെ കാലുകളിൽ എത്തിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചു. ബോൾ കൈവശമില്ലാത്തപ്പോഴും സിറ്റി താരങ്ങൾ തങ്ങളെ ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരുന്നു. ലിവർപൂളിനെ വലത് വിങ്ങിൽ കൂടി കളിക്കാൻ അവർ നിർബന്ധിതരാക്കി. വാൻഡൈക്കിനെ വിടാതെ പിന്തുടർന്ന ഹാലൻഡ് പക്ഷേ കൊനാട്ടയ്ക്ക് പന്ത് ലഭിച്ചപ്പോൾ ഒട്ടും തന്നെ പ്രസ് ചെയ്തില്ല. ഇതിന് തക്കതായ കാരണവുമുണ്ട്. പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും മികച്ച ലൈൻ ബ്രേക്കിംഗ് പാസർമാരിൽ ഒരാളാണ് വാൻഡൈക്ക്. ഒരു നിമിഷം കൊണ്ട് ഡിഫൻസ് സ്പ്ലിറ്റിംഗ് പാസുകളിലൂടെ കളി മാറ്റാൻ കഴിവുള്ള വാൻഡൈക്കും ആ പാസുകൾ ഓടിയെടുത്ത് ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള സലയും പിച്ചിലുള്ളിടത്തോളം വാൻഡൈക്കിനെ പൂട്ടിയില്ലെങ്കിൽ കളി കൈവിട്ടു പോകും. ഈ ബോധ്യം സിറ്റി ടീമിന് നന്നായി ഉണ്ടായിരുന്നു. സിറ്റിയുടെ തികഞ്ഞ മേധാവിത്വം ഗോളായി മാറാൻ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. മിഡ്ഫീൽഡിൽ മനോഹരമായ ഷോർട്ട് പാസിംഗ് കോമ്പിനേഷനൊടുവിൽ ലിവർപൂൾ പ്രസിംഗിനെ പൊളിച്ച സിറ്റി വലത് വിങ്ങിൽ ടച്ച് ലൈനിന് സമാന്തരമായി കുതിക്കുന്ന മത്യാസ് ന്യൂനസിലേക്ക് പന്തെത്തിച്ചു. ന്യൂനസിന് കൃത്യമായൊരു ക്രോസ് കൊടുക്കാൻ സമയം അനുവദിച്ച ലിവർപൂൾ ഡിഫൻസിന് ഉടൻ തന്നെ ഖേദിക്കേണ്ടി വന്നു. ആ ക്രോസ് ചെന്ന് പതിച്ചത് ഗോൾദാഹിയായ ഹാലൻഡിന്റെ തലയിൽ. ഹാലൻഡിന്റെ ഹെഡർ ഗോൾ കീപ്പറെ മറികടന്നുകൊണ്ട് വലയിലേക്ക് കയറി. 29ാം മിനിറ്റിൽ സിറ്റി അർഹമായ ലീഡെടുക്കുന്നു. ഗോൾ നേടിയിട്ടും സിറ്റി കളിയിലെ ആധിപത്യം തുടർന്നുകൊണ്ടേയിരുന്നു. മിഡ്ഫീൽഡിലെ സിറ്റിയുടെ പൊസിഷൻ റൊട്ടേഷനുകൾ കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. പലപ്പോഴും ബെർണാർഡോ സിൽവയും ഫോഡനും ചെറുക്കിയുമെല്ലാം ഏത് പൊസിഷനിലാണ് കളിക്കുന്നത് എന്ന് വരെ സംശയിപ്പിക്കുന്ന കോമ്പിനേഷനുകൾ. അത്രയും സ്മൂത്തായാണ് അവർ പന്തുമായി തങ്ങളുടെ മിഡ്ഫീൽഡ് പൊസിഷനുകൾ സ്വിച്ച് ചെയ്ത് കളിച്ചത്. ഒരു ഗോളിന് പിന്നിലായിട്ടും ലിവർപൂളിന് കാര്യമായ ആക്രമണങ്ങൾ ഒന്നും തന്നെ മെനഞ്ഞെടുക്കാനായില്ല. ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്ത് സിറ്റി ലീഡ് ഉയർത്തി. ലിവർപൂൾ ബോക്സിന് പുറത്തു നിന്ന് നിക്കോ റെയിലിൽ നിന്നും ലഭിച്ച പാസ് നിക്കോ ഗോൺസാലസ് ഒരു മനോഹരമായ ഷോട്ടിലൂടെ വലയിലിട്ടു. വാൻഡൈക്കിന്റെ കാലിൽ തട്ടി ഡിഫ്ലക്ട് ചെയ്ത പന്ത് രണ്ടാം ഗോളിലേക്ക് വഴിവെച്ചു. ഒരു പെർഫെക്റ്റ് ഫസ്റ്റ് ഹാഫിനുള്ള ഒരു പെർഫെക്റ്റ് എൻഡിങ്. ഹാഫ് ടൈമിന് കളിക്കാർ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുമ്പോൾ ലിവർപൂൾ സ്ട്രൈക്കർ എക്കിറ്റിക്കെ ബോൾ തൊട്ടത് വെറും 8 തവണ മാത്രമായിരുന്നു. ലിവർപൂളിന് ആദ്യമായി സിറ്റി ഡിഫൻസിനെ ഭേദിക്കാനായത് 50ാം മിനിറ്റിലാണ്. ഗ്രെവൻബർഗ് നൽകിയ ഒരു പെർഫെക്റ്റ് ത്രൂ ബോൾ ഓടിയെടുത്ത സലാക്ക് പക്ഷേ ഡൊണറുമയെ മറികടന്നത് വലയിലെത്തിക്കാനായില്ല.
58-ാം മിനിറ്റിൽ വലത് വിങ്ങിൽ നിന്നും കോണർ ബ്രാഡ്ലി ബോക്സിലേക്ക് നൽകിയൊരു ക്രോസ് ഡിഫൻഡ് ചെയ്യാൻ ശ്രമിച്ച ഗോൺസാലസിന്റെ കാൽമുട്ടിൽ തട്ടി ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നുപോയി. ഡോണറുമയെ പോലും കാഴ്ചക്കാരനാക്കിയ മിസ് ക്ലിയറൻസ് ഒരു സെൽഫ് ഗോളിന് വഴിവെക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒന്നായിരുന്നു. 59-ാം മിനിറ്റിൽ ബ്രാഡ്ലിയുടെ മറ്റൊരു ക്രോസ് പന്തിലേക്ക് ഓടിയെടുത്ത ഗാക്പോയുടെ ഷോട്ട് ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നുപോയി. 63-ാം മിനിറ്റിൽ പിച്ചിലെ ബെസ്റ്റ് പ്ലെയറായ ജെർമി ഡോക്കു മോഹിച്ച നിമിഷം വന്നെത്തി. സ്വന്തം പകുതിയിൽ വലതുഭാഗത്ത് നിന്നും വീണ്ടും സിറ്റി മിഡ്ഫീൽഡർമാരുടെ ഷോർട്ട് പാസിംഗ് കോമ്പിനേഷനുകൾക്ക് ഒടുവിൽ പന്ത് നിക്കോ റെയ്ലിയുടെ കാലുകളിൽ എത്തുന്നു. ലെഫ്റ്റ് ഇൻസൈഡ് ചാനലിലൂടെ ഓടിക്കേറിയ ഡോക്കു തന്റെ വലത് കാലിലേക്ക് പന്തെടുത്ത് കട്ടിൻ ചെയ്ത് ഷോട്ട് പായിച്ചു. പവറും പ്രിസിഷനും സമാസമം ചേർത്ത് ഡിസൈൻ ചെയ്ത സുന്ദരമൊരു ഗോൾ. പോസ്റ്റിൽ 2 ഗോൾ കീപ്പർമാർ ഉണ്ടായിരുന്നെങ്കിൽ കൂടി തടയാൻ പറ്റാത്ത ഗോളെന്നാണ് കമന്റേറ്റർമാർ ആ ഷോട്ടിനെ വിശേഷിപ്പിച്ചത്. 3 ഗോൾ വഴങ്ങിയപ്പോഴേക്കും ലിവർപൂൾ ഛിന്നഭിന്നമായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തങ്ങൾ നിഷ്പ്രഭമാക്കിയ റിയൽ മാഡ്രിഡിനെ അനുസ്മരിപ്പിക്കുന്ന കളിയാണ് ലിവർപൂൾ തുടക്കം മുതലേ പുറത്തെടുത്തത്. പാതി മനസ്സോടെയുള്ള പ്രസിംഗ്, ഒട്ടും ഒത്തിണക്കമില്ലാത്ത മധ്യനിര, സിറ്റിക്ക് തുടർച്ചയായ അവസരങ്ങൾ ഒരുക്കി നൽകിയ പ്രതിരോധ നിര. ലിവർപൂൾ നിരയിൽ മോശമല്ലാതെ കളിച്ചു എന്ന് അവകാശപ്പെടാൻ പോലും ഒരു താരമുണ്ടായിരുന്നില്ല. 76-ാം മിനിറ്റിലാണ് ലിവർപൂൾ കളിയിലെ ആദ്യ ഷോട്ട് ഓൺ ടാർഗറ്റ് ലഭിക്കുന്നത്. സോബോസ്ലൈയുടെ ബോക്സിന് പുറത്തുനിന്നുള്ള ഷോട്ട് ഡോണറുമ കുത്തിയകറ്റി. 79-ാം മിനിറ്റിൽ സിറ്റി ഡിഫൻസിന് പിന്നിലേക്ക് എത്തിയ ബോളിലേക്ക് ഓടിയെടുത്ത സല ഡോണറുമയുടെ വലത് കൈക്ക് മുകളിലൂടെ പായിച്ച ഫ്ലിക്ക് ഷോട്ടാണ് ലിവർപൂൾ ഗോളിന് അടുത്തെങ്കിലും എത്തിയ ഏക അവസരം. ഒട്ടുമിക്ക ഇൻഡിവിജ്വൽ സ്റ്റാറ്റ്സിലും ഒന്നാമനായ ജെർമി ഡോക്കു തന്നെയാണ് കളിയിലെ കേമൻ. പക്ഷേ സിറ്റിക്ക് ഈ ആധികാരിക വിജയം സാധ്യമാക്കി കൊടുത്തതിൽ വലിയ പങ്ക് അവരുടെ മിഡ്ഫീൽഡ് മജീഷ്യന്മാർക്കുള്ളതാണ്. നാച്ചുറൽ പ്ലേ മേക്കറായ ഫിൽ ഫോഡനെ പറ്റി പെപ് ഗാർഡിയോള മുമ്പൊരിക്കൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഫൈനൽ തേർഡിലെ ടൈറ്റ് സ്പേസുകളിൽ കളിക്കാൻ ഞങ്ങളുടെ ടീമിൽ ഏറ്റവും മിടുക്കൻ ഫോഡൻ തന്നെയാണ്. ആ ഫിൽ ഫോഡനെ ഇപ്പോൾ ഗാർഡിയോള ഉപയോഗിക്കുന്ന രീതി ചെറിയ മാറ്റം വന്നിരിക്കുന്നു. എതിരാളികൾ പ്രസ് ചെയ്തുകൊണ്ട് ഡിഫൻസീവ് തേർഡിൽ സൃഷ്ടിക്കുന്ന ടൈറ്റ് സ്പേസുകളെ പൊളിക്കുക എന്ന റോളാണ് പെപ് ഗാർഡിയോള ഫോഡന് നൽകിക്കൊണ്ടിരിക്കുന്നത്. റോഡ്രിയുടെ അഭാവത്തിൽ ആ പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന നിക്കോ ഗോൺസാലസ് ചെറിയ സമയം കൊണ്ട് തന്നെ തൻ്റെ പ്രകടനങ്ങൾ മികച്ച പുരോഗതി കൈവരിച്ചിരിക്കുന്നു. പക്ഷേ സിറ്റി മിഡ്ഫീൽഡിലെ തലച്ചോറും ഹൃദയം പിടിപ്പും ബെർണാഡോ സിൽവ തന്നെയാണ്. ഒരു നിശ്ചിത പൊസിഷനില്ലാതെ മൈതാനം മുഴുവൻ ഒഴുകി നടന്ന് പാസുകൾ കണക്ട് ചെയ്യുന്നതിൽ താരത്തിൻ്റെ മിടുക്ക് എടുത്തു തന്നെ കാണാം. പെപ്പിന്റെ സിസ്റ്റത്തിലെ അച്ചുതണ്ടാണ് ബെർണാഡോ സിൽവ. മികച്ച ഒത്തിണക്കമുള്ള ഒരു തികഞ്ഞ ടീം ഗെയിം തന്നെയായിരുന്നു ഇന്നലെ സിറ്റി നടത്തിയത്. അപകടകാരികളായ തങ്ങളുടെ അറ്റാക്കർമാർക്ക് കൃത്യമായി പന്തെത്തിച്ചു കൊടുക്കുന്ന അറ്റാക്കിംഗ് തന്ത്രങ്ങൾ, എതിർ അറ്റാക്കിനെ 11 പേരും കൂടി ചേർന്ന് തടയിടുന്ന അങ്ങേയറ്റം മികച്ച ഡിഫെൻഡിംഗ് ടാറ്റിക്സ്, ടൈറ്റ് സ്പേസുകളിൽ നിന്ന് പോലും ഗോളാവസരങ്ങൾ സൃഷ്ടിക്കുന്ന മിഡ്ഫീൽഡ് ജനറൽമാർ. ആകെ മൊത്തം സിറ്റിയുടെ 11 കളിക്കാരും ഒരു ചരടിൽ കൊരുത്ത പോലെയായിരുന്നു ഇന്നലെ കളിച്ചത്. പെപ് ഗാർഡിയോള എന്ന ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പരിശീലകന്റെ മാന്ത്രിക ചരടിൽ. സീസണിലെ മോശം സ്റ്റാർട്ടിൽ നിന്നും ഒരു കംബാക്ക് നടത്തുകയാണ് പെപ് ഗാർഡിയോളയും സംഘവും. ന്യൂകാസിലും ലെവർകൂസനും റയൽ മാഡ്രിഡും അടക്കം ഹൈ വോൾട്ടേജ് പോരാട്ടങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി ആ മത്സരങ്ങളെ പെപ് എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയാം.